Good afternoon, all. News എടുത്തത് നോക്കിയോ? നോക്കിയോ ന്യൂസ് എടുത്തതൊക്കെ മിസ് എടുത്തത്? എന്താണ് ആരൊന്നും പറയാത്തെ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ. മിസ് എംപ്ലോയി റിലേഷന്റെ സിഗ്നിഫിക്കൻസ് ആണ് അല്ലെ പറഞ്ഞത്, ഇമ്പോർട്ടൻസ് അല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. അതില് 4 എണ്ണം പറഞ്ഞു അല്ലെ. ഹെൽപ്സ് ഇൻ ഫെസിലിറ്റേഷൻ ഓഫ് ചേഞ്ചസ് അല്ലെ, അവിടെ വരെയല്ലേ മിസ് പറഞ്ഞേ? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിന്റെ എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? ക്ലിയർ ആണോ മിസ്? ഓക്കെ, കണ്ടിന്യൂ ചെയ്യാം അല്ലെ. ഓക്കെ, എന്ത് പറ്റി? ആരും ഇല്ലല്ലോ. നെക്സ്റ്റ് മേക്സ്, ഫിഫ്ത്ത് വരുന്നത് മേക്സ് കളക്റ്റീവ് ബാർഗൈനിങ് ഇഫക്റ്റീവ് അല്ലെ. എന്താണ്? കൂട്ടായ വിലപേശല് ഫലപ്രദമാകുന്നു അല്ലെ. കളക്റ്റീവ് ബാർഗൈനിങ്, ഇതാണ് നമ്മുടെ എംപ്ലോയറും എംപ്ലോയീസും തമ്മിലുള്ള ഒരു കളക്റ്റീവ് ബാർഗൈനിങ് ഇഫക്റ്റീവ് ആണ് അല്ലെ. അപ്പൊ അതിനെ നോക്കിയേ, ഹാർമോണിയസ് ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ആർ വെരി ക്രൂഷ്യൽ അല്ലെ. എന്താണ്? ഒരു യോജിപ്പുള്ള അല്ലെങ്കിൽ ഒരു ഐക്യമുള്ള ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലെ. ഒരു ഇൻഡസ്ട്രിയൽ പേജ് നമ്പർ ഓക്കെ 111 അപ്പൊ എന്താണ്? നമ്മുടെ ഒരു ഇൻഡസ്ട്രിയില് നമ്മുടെ എംപ്ലോയീസും എംപ്ലോയേഴ്സും തമ്മിലുള്ള ആ ഒരു ഹാർമണി അല്ലെ, ഐക്യം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതല്ലേ. അവര് തമ്മില് ഒരു യോജിപ്പുണ്ടെങ്കിൽ മാത്രമാണ് അല്ലെ അത് നല്ല രീതിയിൽ ആ ഒരു ഇൻഡസ്ട്രി മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയീസും എംപ്ലോയേഴ്സിന്റെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പ്രോബ്ലംസ് ഉണ്ട്. അവർ തമ്മിൽ ഒരു യോജിപ്പില്ലെങ്കിൽ അവിടെ എന്ത് വരാം? സ്ട്രൈക്കുകൾ വരാം അല്ലെ. ഒരുപാട് പ്രശ്നങ്ങൾ വരാലോ. ആണോ? ആണ് അല്ലെ. അപ്പൊ ഹാർമോണിയസ് ഇൻഡസ്ട്രിയൽ റിലേഷൻ, ഒരു ഐക്യമുള്ള ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്ന് പറയുന്നത് വളരെ വെരി ക്രൂഷ്യൽ ആണ് അല്ലെ, വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് നമുക്ക് എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും? ഒരു ഹാർമോണിയസ് ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പ്, അതല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയീസും തമ്മിലുള്ള ആ ഒരു ഐക്യം എങ്ങനെയാണ് കൊണ്ടുവരാൻ പറ്റുന്നത്? ഫോർ ഇഫക്റ്റീവ് കളക്റ്റീവ് ബാർഗൈനിങ് ബെനിഫിഷ്യൽ ബോത്ത് ദ പാർട്ടീസ് അല്ലെ. രണ്ട് പാർട്ടിക്കും, അതായത് എംപ്ലോയീസിനും എംപ്ലോയേഴ്സിനും ബെനിഫിറ്റ്സ് ആകുന്ന അല്ലെ, ഉപകാരപ്രദമാകുന്ന ഒരു കളക്റ്റീവ് ബാർഗൈനിങ്ങിലൂടെ അല്ലെ, കൂട്ടായ ഒരു വിലപേശലിലൂടെയാണ് നമുക്ക് ഈ ഇൻഡസ്ട്രി എന്താണ് ഹാർമോണിയസ് ഇൻഡസ്ട്രിയൽ റിലേഷൻ കൊണ്ടുവരാൻ സാധിക്കുന്നത്. ഓക്കെ ആണോ? നമ്മുടെ ബോത്ത് ദ പാർട്ടീസ്, എംപ്ലോയീസും എംപ്ലോയേഴ്സും തമ്മിലുള്ള ഒരു കൂട്ടായ വിലപേശൽ എന്ന് ഉദ്ദേശിക്കുമ്പോൾ അവിടെ ഇഫക്റ്റീവായ കമ്മ്യൂണിക്കേഷൻസ് ആകാം അല്ലെ, ആശയവിനിമയമാകാം. അപ്പൊ അങ്ങനെയുള്ള ഒരു കൂട്ടായ വിലപേശലിലൂടെയാണ് നമുക്ക് ഈ ഒരു ഹാർമോണിയസ് ഇൻഡസ്ട്രിയൽ റിലേഷൻ കൊണ്ടുവരാൻ സാധിക്കുന്നത്. ദാറ്റ് ഈസ് എന്ന് വെച്ചാൽ എംപ്ലോയി ആൻഡ് എംപ്ലോയർ ടു അറൈവ് അറ്റ് such an agreement which is beneficial for both of them അല്ലെ. എന്താണ്? ഇങ്ങനെയുള്ള കളക്റ്റീവ് ആയിട്ടുള്ള ബാർഗൈനിങ്ങിലൂടെ അവർ എന്തിലേക്കാണ് എത്തിച്ചേരുന്നത്? രണ്ടുപേർക്കും ഉപകാരപ്രദമാകുന്ന ഒരു എഗ്രിമെന്റിലേക്ക് അവർക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നു അല്ലെ. ഓക്കെ ആണോ? കളക്റ്റീവ് ബാർഗൈനിങ് ഇഫക്റ്റീവ് ഫലപ്രദമാകുന്ന, അത് എപ്പോഴാണ്? രണ്ടുപേർക്കും ഉപകാരപ്രദമാകുന്ന, ബോത്ത് പാർട്ടീസ് അല്ലെ, രണ്ട് കൂട്ടർക്കും ഉപകാരപ്രദമാകുന്ന ഒരു അഗ്രിമെന്റിലേക്ക്, ഒരു കരാറിലേക്ക് എത്തിച്ചേരാനായിട്ട് ഈ ഒരു കളക്റ്റീവ് ബാർഗൈനിങ് ഉപകാരപ്രദമാകുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് മെന്റൽ റെവല്യൂഷൻ അല്ലെ. എന്താണ്? മാനസിക വിപ്ലവം, റെവല്യൂഷൻ അല്ലെ. അപ്പൊ നോക്കിയേ, ദ പ്രോസസ് ഓഫ് ജോയിന്റ് കൺസൾട്ടേഷൻ ബിറ്റ്വീൻ എംപ്ലോയി ആൻഡ് എംപ്ലോയർ ഓപ്പൺസ് ദ പാത്ത് ഫോർ ഇൻഡിവിജ്വൽ ഡെമോക്രസി അല്ലെ. എന്താണ്? ജീവനക്കാരും
തൊഴിലുടമയും തമ്മിലുള്ള എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുള്ള ഒരു ജോയിന്റ് കൺസൾട്ടേഷൻ, ഒരു സംയുക്ത കൂടിയാലോചന എന്താണ് രണ്ടുപേരുടെയും ഉള്ളിലേക്ക് ഒരു ഇൻഡിവിജ്വൽ ഡെമോക്രസിയിലേക്കുള്ള ഒരു പാത തുറക്കുന്നു അല്ലെ. പ്രക്രിയ വ്യക്തിഗത ജനാധിപത്യത്തിലേക്കുള്ള ഒരു പാത തുറക്കുന്നു എന്ന് വെച്ചാൽ എന്താണ്, അവര് തമ്മിൽ നമ്മുടെ എംപ്ലോയീസും എംപ്ലോയേഴ്സും തമ്മിലുള്ള ഒരു കൂട്ടായ ചർച്ച നടത്താണ്. കൂട്ടായ ചർച്ച നടത്തുമ്പോൾ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ എന്താ, ശരിക്കും എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്നുണ്ട് അല്ലെ. എല്ലാ ആളുകളെയും, എല്ലാ ഇൻഡിവിജ്വൽസിനെയും, എല്ലാ പേഴ്സൺസിനെയും ഉൾക്കൊള്ളിച്ച് അവരുടെ എന്താണ് ആറ്റിറ്റ്യൂഡ്, അവരുടെ തോട്ട്സുകൾക്ക് അല്ലെ, അവരുടെ ചിന്തകള്, അവരുടെ അഭിപ്രായം, ഒപ്പീനിയൻസ് ഒക്കെ ഉൾക്കൊള്ളിക്കുന്നുണ്ടോ? അപ്പൊ നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷനിൽ നമ്മുടെ എംപ്ലോയീസിനെയും എംപ്ലോയറിന്റെ കൺസൾട്ടേഷൻ കൂടിയാലോചന ഉൾക്കൊള്ളിക്കുമ്പോൾ എന്താണ്, അവിടെ എല്ലാവർക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അല്ലെ. എംപ്ലോയീസിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ആരെങ്കിലും മാറ്റി നിർത്തുന്നുണ്ടോ? എല്ലാ ഇൻഡിവിജ്വൽസിനും ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലെ. അപ്പൊ അവിടെ എന്താണ്, ഒരു ഇൻഡിവിജ്വൽ ഡെമോക്രസിയിലേക്കുള്ള ഒരു പാത തുറക്കുന്നുണ്ടോ? എല്ലാവർക്കും കൂടി, എല്ലാവർക്കും അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അല്ലെ. അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ നീഡ്സുകള്, അവരുടെ ആവശ്യങ്ങൾ അവർക്ക് പറയാലോ. അപ്പൊ എന്താണ്, ഈ ഇങ്ങനെയുള്ള ഒരു എംപ്ലോയീസും എംപ്ലോയറും തമ്മിലുള്ള ഒരു കൂട്ടായ കൂടിയാലോചന ഒരു ഇൻഡിവിജ്വൽ ഡെമോക്രസിയിലേക്കുള്ള ഒരു പാത തുറക്കുന്നു. ദിസ് എൻകറേജസ് ദ വർക്കേഴ്സ് ടു പെർഫോം എക്സലന്റ്ലി, consequently get a share in the profit of the organization together with the management അല്ലെ. അപ്പൊ ഇങ്ങനെ അവരുടെ അഭിപ്രായങ്ങൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്, അവരുടെ ആവശ്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും, നമ്മുടെ വർക്കേഴ്സ് എങ്ങനെ വർക്ക് ചെയ്യും, എക്സലന്റ് ആയിട്ട് വർക്ക് ചെയ്യും അല്ലെ. നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യും അല്ലെ, ബെറ്റർ ആയിട്ട് വർക്ക് ചെയ്യും. അപ്പൊ എൻകറേജ് ഇങ്ങനെയുള്ള കൂടിയാലോചന അല്ലെങ്കിൽ അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം നൽകുന്നത്, അവരുടെ ആവശ്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്നത് എന്താണ്, നമ്മുടെ വർക്കേഴ്സിന് നല്ല രീതിയിൽ എക്സലന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നു. കൂടാതെ കോൺസിക്വന്റ്ലി ഗെറ്റ് എ ഷെയർ ഇൻ ദ പ്രോഫിറ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ ടുഗദർ വിത്ത് ദ മാനേജ്മെന്റ് അല്ലെ. ആ ഒരു ഓർഗനൈസേഷന്റെ മാനേജ്മെന്റിന്റെ എന്താണ്, ഓർഗനൈസേഷന്റെ പ്രോഫിറ്റില് മാനേജ്മെന്റുകളെ പോലെ തന്നെ എന്താണ്, നമ്മുടെ എംപ്ലോയീസിനും അവരുടെ പ്രോഫിറ്റിൽ ഒരു പങ്കില്ലേ. എംപ്ലോയീസ് ആണ് അല്ലെ അതിനൊരു ഭാഗം പ്രവർത്തിക്കുന്നത് പ്രോഫിറ്റിലേക്ക് എത്തിക്കാൻ ആണോ? എംപ്ലോയീസ് അല്ലേ വർക്ക് ചെയ്യുന്നത് കൂടുതലും അവരുടെ പ്രൊഡക്ടിവിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് അല്ലെ. അവരുടെ പ്രൊഡക്ടിവിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് ആ ഒരു കമ്പനി പ്രോഫിറ്റിലേക്ക് എത്തിച്ചേരുന്നത് അല്ലെ. അപ്പൊ ആ ഒരു പ്രോഫിറ്റില് നമ്മൾ മാനേജ്മെന്റിനെ പോലെ തന്നെ ആർക്കും കൂടി ഷെയർ ഉണ്ട്, എംപ്ലോയീസിനും കൂടി ഉണ്ടോ? അപ്പൊ എന്താണ്, നമ്മുടെ മാനേജ്മെന്റിനെ പോലെ തന്നെ അതിലൊരു പങ്ക്, ആ ഒരു പ്രോഫിറ്റിൽ ഒരു പങ്ക് നേടാന് നമ്മുടെ എംപ്ലോയീസിനെ പ്രോത്സാഹിപ്പിക്കുന്നു. ഓക്കെയാണോ? അല്ലെങ്കിൽ എന്താണ്, ആ ഒരു ഓർഗനൈസേഷന്റെ എന്താണ് പ്രോഫിറ്റ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് മാനേജ്മെന്റിനെ പോലെ തന്നെ നമ്മുടെ എംപ്ലോയീസും പ്രവർത്തിക്കില്ലേ. നമ്മുടെ അഭിപ്രായങ്ങൾക്ക്, നമ്മുടെ ആവശ്യങ്ങൾക്ക് മുൻതൂക്കം നൽകുന്ന ഒരു കമ്പനിയില്ല നമ്മൾ അത് അടച്ചുപൂട്ടാൻ നമ്മൾ ആഗ്രഹിക്കോ? അവിടെ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾ ആഗ്രഹിക്കോ? ഇല്ല. അത് കണ്ടിന്യൂ ചെയ്ത് പോകണം അല്ലെ. അവർക്ക് സക്സസ് ലഭിക്കണം എന്നല്ലേ എല്ലാവരും ആഗ്രഹിക്കണോ? പ്രോഫിറ്റ് ലഭിക്കണം എന്നാണ് അല്ലെ ആഗ്രഹിക്കുക, അങ്ങനെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നവര്. അപ്പൊ എന്താണ്, അവിടുത്തെ മാനേജ്മെന്റ് ആഗ്രഹിക്കുന്നത് പോലെ തന്നെ അവർക്ക് എന്താണ്, ആ ഒരു ഓർഗനൈസേഷന് പ്രോഫിറ്റ് ലഭിക്കാൻ വേണ്ടി നമ്മുടെ വർക്കേഴ്സും നല്ല രീതിയിൽ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. ഓക്കെയാണോ? വേറെ ആരും ഇല്ല? അനിത മാത്രമുള്ളോ? സ്മിത, ശില്പ, സല, എന്താണ്, നൗഷിത, ക്ലിയർ ആണോ മിസ് പറയുന്നത്? ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, thus industrial relations totally change the perspective of the employees and the employees അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള മേജർ ലെവൽ എന്താണ്, നമ്മുടെ അഭിപ്രായങ്ങൾക്ക്, നമ്മുടെ ആവശ്യങ്ങൾക്ക് മുൻതൂക്കം നൽകുകയാണ്. കളക്റ്റീവ് ബാർഗൈനിങ് നല്ല രീതിയിൽ നമുക്ക് നടത്താൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ എന്താണ്,
the industrial relation totally change the perspectives of the employees and employers. അല്ലെ, നമ്മുടെ എംപ്ലോയീസിന്റെയും എംപ്ലോയേഴ്സിന്റെയും പെർസ്പെക്റ്റീവ്, ധാരണകളെ നമുക്ക് മാറ്റാൻ സാധിക്കുന്നുണ്ടോ? മാറ്റാൻ സാധിക്കില്ലേ? അവർക്കിടയിലുള്ള ആ ഒരു പെർസ്പെക്റ്റീവ് അല്ലെ, ധാരണകളെ നമുക്ക്, കാഴ്ചപ്പാടിനെ നമുക്ക് പൂർണ്ണമായും മാറ്റാൻ സാധിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് ഫെസിലിറ്റേറ്റ് വർക്കേഴ്സ് ഡെവലപ്മെന്റ് അല്ലെ, എന്താണ് നമ്മുടെ വർക്കേഴ്സിന്റെ ഡെവലപ്മെന്റിന് വേണ്ട ഡെവലപ്മെന്റ് സുഗമമാക്കാം അല്ലെ, അതിനുള്ള ഒരു ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുക്കാന്ന് അല്ലെ. അപ്പൊ നോക്കിയേ, ഇൻ എ ഹാർമോണിയസ് ക്ലൈമറ്റ്, എന്താണ് നമുക്ക് യോജിപ്പുള്ള ഒരു കാലാവസ്ഥയിൽ നമ്മുടെ എംപ്ലോയീസും എംപ്ലോയേഴ്സും തമ്മിലുള്ള ഒരു ഐക്യമുള്ള അല്ലെങ്കിൽ ഒരു യോജിപ്പുള്ള ഒരു സിറ്റുവേഷനിലാണ് അല്ലെ നമുക്ക് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ സാധിക്കുള്ളൂ. അവര് തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് തുറന്നു പറയാൻ സാധിക്കും. എല്ലാ കാര്യങ്ങളും അവരുമായിട്ട് ഷെയർ ചെയ്യാൻ സാധിക്കോ? ഇല്ല അല്ലെ. അപ്പൊ എന്താണ്, ഇൻ എ ഹാർമോണിയസ് ക്ലൈമറ്റ് new programs like labor welfare facilities, training facilities, etc. can be introduced that help in development of workers. അല്ലെ, നമ്മുടെ വർക്കേഴ്സിന്റെ ഡെവലപ്മെന്റിന്, അവരുടെ വികസനത്തിന് സഹായിക്കുന്ന കാര്യങ്ങൾ എന്താണ്? ലേബർ വെൽഫെയർ ഫെസിലിറ്റീസ്, ട്രെയിനിങ് ഫെസിലിറ്റീസ്, അങ്ങനെയുള്ള ന്യൂ പ്രോഗ്രാമുകൾ അല്ലെ, പുതിയ പദ്ധതികൾ നമുക്ക് അവതരിപ്പിക്കാൻ സാധിക്കുന്നു. ഓക്കെയാണോ? നമുക്കുള്ള എന്താണ്, ഒരു യോജിപ്പുള്ള അല്ലെങ്കിൽ ഒരു ഐക്യമുള്ള നമ്മുടെ എംപ്ലോയീസും എംപ്ലോയേഴ്സും തമ്മിലുള്ള ഒരു ഐക്യമുള്ള ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു ക്ലൈമറ്റിൽ മാത്രമാണ് നമുക്ക് അഭിപ്രായങ്ങൾ, നമുക്ക് എല്ലാ കാര്യങ്ങളും അവരുടെ അടുത്ത് ഷെയർ ചെയ്യാൻ സാധിക്കുള്ളൂ അല്ലെ. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ, ഐക്യമുള്ള ഒരു കാലാവസ്ഥയിൽ, ഒരു ക്ലൈമറ്റിൽ മാത്രമാണ് എന്താണ് പുതിയ പ്രോഗ്രാമുകളെ കുറിച്ച്, നമ്മുടെ എംപ്ലോയീസിന്റെ വികസനത്തിന് സഹായിക്കുന്ന പുതിയ പ്രോഗ്രാമുകളെ കുറിച്ച് അവരുമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഓക്കെയാണോ? അവതരിപ്പിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയേഴ്സും എംപ്ലോയീസും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, അവർ തമ്മിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് നല്ല രീതിയിലുള്ള ഒരു പ്രോഗ്രാം കൊണ്ടുവന്നാലും എംപ്ലോയീസ് തടസ്സം നിൽക്കും അല്ലെ. തടസ്സം നിൽക്കോ? അത് അവരെന്ത് ചെയ്യും? അതിനെ റിജക്ട് ചെയ്യും അല്ലേ? ആണോ? എന്താണ്? റിജക്ട് ചെയ്യും അല്ലേ? അപ്പൊ എന്താണ്, അങ്ങനെയുള്ള ഒരു യോജിപ്പുള്ള ഒരു കാലാവസ്ഥയിൽ, ഒരു ക്ലൈമറ്റിൽ മാത്രമാണ് എന്ത് അവര് നമ്മുടെ എംപ്ലോയേഴ്സിന്, നമ്മുടെ മാനേജ്മെന്റിന് എന്താണ് വർക്കേഴ്സിന്റെ ഡെവലപ്മെന്റിന് സഹായിക്കുന്ന പ്രോഗ്രാമുകൾ എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ, അവതരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ദീസ് പ്രോഗ്രാം എൻഹാൻസ് the skills of the workers and result in increased productivity at lower cost അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ നമ്മുടെ വർക്കേഴ്സിന്റെ സ്കില്ലുകൾ അല്ലെ, കഴിവുകളെ വർദ്ധിപ്പിക്കുകയും എന്താണ് ഒരു കുറഞ്ഞ ചിലവില്, ഒരു ലോവർ കോസ്റ്റില് എന്താണ് നമ്മുടെ പ്രൊഡക്ടിവിറ്റി, എംപ്ലോയീസിന്റെ പ്രൊഡക്ടിവിറ്റിയെ അല്ലെ, ഉത്പാദനക്ഷമതയെ വർദ്ധിപ്പിക്കാനും സാധിക്കുന്നു. ഓക്കെയാണോ? അവർക്ക് ഒരുപാട് ട്രെയിനിങ്ങുകൾ കൊടുക്കാണ്, എഡ്യൂക്കേഷൻ കൊടുക്കാണ്, അല്ലെങ്കിൽ അവരുടെ വെൽഫെയറിന് സഹായിക്കുന്ന ഒരുപാട് ബെനിഫിറ്റ്സുകൾ കൊടുക്കുകയാണെങ്കിൽ എന്താണ് അതിലൊക്കെ അവർ സാറ്റിസ്ഫൈഡ് ആയിട്ട് അവർ നല്ല രീതിയിൽ വർക്ക് ചെയ്യല്ലേ. നമ്മൊരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള, നമുക്ക് വർക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു കമ്പനിയിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കൂടുതൽ എഫക്റ്റീവായി വർക്ക് ചെയ്യല്ലേ, എഫിഷ്യന്റ് ആയി വർക്ക് ചെയ്യോ? എന്താണ് മക്കളെ, മനസ്സിലാവുന്നില്ലേ? എന്താണ് മിണ്ടാത്തെ? ചോറുന്നോർക്കം വന്നൊക്കെ ഇരിക്കുകയാണോ? വർക്ക് ചെയ്യല്ലേ. അപ്പൊ എന്താണ് നമ്മുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നുണ്ട് അല്ലെ. നമ്മുടെ സ്കില്ലുകൾ കൂടുമ്പോൾ, നമ്മുടെ എബിലിറ്റീസ് കൂടുമ്പോൾ, നമുക്ക് ആ ഒരു വർക്കിനോടുള്ള ആ ഒരു നോളജ് കൂടുമ്പോൾ അല്ലെ നമ്മുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കുകയും വർക്കേഴ്സിന്റെ സ്കില്ലുകളും അവരുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാനും സാധിക്കുന്നു. ഓക്കെ അല്ലേ? മിസ് എന്താണെന്ന് നിങ്ങൾക്ക് ഓക്കെ അല്ലേ, ക്ലിയർ ആണോ എന്ന് ചോദിക്കുന്നത്. നമുക്ക് കാണുന്നില്ല, ജസ്റ്റ് മിസ് പറയുന്നുള്ളൂ. നിങ്ങളുടെ വീഡിയോസ് ഒക്കെ ഓഫ് ആണ്, നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് മിസ്സിന് അറിയാൻ കൂടിയില്ല. അപ്പൊ നിങ്ങൾ ഓക്കെ പറയുമ്പോഴാണ് മിസ്സിന് മനസ്സിലാവുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആണ്, അല്ലെങ്കിൽ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണം എന്നൊക്കെ മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ചോദിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ മിസ്സിന് ഒന്നും അറിയാൻ പറ്റില്ല.
ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് റെഡ്യൂസസ് വേസ്റ്റേജ് അല്ലെ. എന്താണ് നമുക്ക് പാഴാക്കൽ വേസ്റ്റേജ് കുറയ്ക്കാൻ സാധിക്കുന്നു. അപ്പൊ അതിൽ നോക്കിയേ, cordial industrial relations are always based on mutual support and acknowledgement of each other's needs അല്ലെ. എന്താണ് നമുക്ക് പരസ്പര പിന്തുണയിലും മ്യൂച്വൽ സപ്പോർട്ടിലും പിന്നെ എന്താണ് മറ്റുള്ളവരെ ആവശ്യങ്ങൾ അല്ലെ, അതേഴ്സ് നീഡ്സുകൾ മറ്റുള്ള ആവശ്യങ്ങൾ അംഗീകരിക്കുമ്പോഴും ചെയ്യുമ്പോഴാണ് അല്ലെ നമുക്ക് എന്താണ് സൗഹാർദ്ദപരമായിട്ടുള്ള, കോഡിയൽ എന്ന് പറഞ്ഞാൽ സൗഹാർദ്ദപരമായിട്ടുള്ള, ഐക്യമുള്ള, സൗഹാർദ്ദപരമായ കേട്ടോ, ഒരു സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു റിലേഷൻ നിലനിർത്താൻ സാധിക്കുന്നത് അല്ലെ. മറ്റുള്ളവരെ നമുക്ക് സപ്പോർട്ട് ചെയ്യുക, അവരെ സഹായിക്കുക, അവരെ പിന്തുണയ്ക്കുക, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ നമ്മൾ പരിഗണിക്കുമ്പോഴാണ് അല്ലെ നമുക്കൊരു സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത്, ഒരു റിലേഷൻ ഉണ്ടാക്കാൻ സാധിക്കുന്നത് അല്ലെ. അപ്പൊ എന്താണ് ഇങ്ങനെ മ്യൂച്വൽ സപ്പോർട്ടിലും അതർ നീഡ്സ് മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ നമ്മൾ പരിഗണിക്കുമ്പോഴാണ് നമുക്കൊരു സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയൽ റിലേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. ഇറ്റ് എൻഹാൻസസ് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള കോർഡിയൽ ഇൻഡസ്ട്രിയൽ റിലേഷൻസ് എന്ത് ചെയ്യാണ്, ഇറ്റ് എൻഹാൻസസ് പ്രൊഡക്ഷൻ അല്ലെ. പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുന്നുണ്ടോ, ഉൽപാദനം വർദ്ധിപ്പിക്കുകയും ആൻഡ് റെഡ്യൂസസ് ദ വേസ്റ്റേജ് ഓഫ് ഓർഗനൈസേഷൻ റിസോഴ്സസ് അല്ലെ. നമ്മുടെ ഓർഗനൈസേഷന്റെ റിസോഴ്സുകൾ വേസ്റ്റേജ് ചെയ്യുന്നത് അല്ലെ, പാഴാക്കുന്നത് കുറയ്ക്കുകയും ചെയ്യുന്നു. അവർ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യലോ. നമ്മുടെ ഓർഗനൈസേഷന്റെ മെറ്റീരിയൽസ്, മെഷീൻസ് അതൊക്കെ നമ്മൾ അവരെ ആവശ്യമില്ലാണ്ട് ഉപയോഗിക്കോ, യൂസ് ചെയ്യോ? ഇല്ല അല്ലെ. അപ്പൊ എന്താണ് പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുകയും അവിടുത്തെ ഓർഗനൈസേഷന്റെ റിസോഴ്സുകൾ, വിഭവങ്ങൾ വേസ്റ്റേജ് ആക്കുന്നത് കുറയ്ക്കുകയും ചെയ്യുന്നു. ദാറ്റ് ഈസ് man, material and machines and safeguarding the national interest അല്ലെ. എന്താണ് നമ്മുടെ മനുഷ്യര്, മെറ്റീരിയൽസ്, മെഷീൻസ് അല്ലെ, അങ്ങനെയുള്ള എന്താണ് സാധനങ്ങള് സേഫ് ഗാർഡിങ് സംരക്ഷിക്കുകയും നമ്മുടെ അത് പാഴാക്കാതെ അത് സംരക്ഷിക്കുകയും കൂടാതെ എന്താണ് നമ്മുടെ നാഷണൽ ഇൻട്രസ്റ്റുകൾ അല്ലെ, നമ്മുടെ ദേശീയ താല്പര്യം നിലനിർത്തുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. നമ്മുടെ ദേശീയ നാഷണൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെവലപ്മെന്റ് അല്ലെ, വികസനമാണോ, ആണോ അല്ലേ, വികസനമാണ് അല്ലെ. അപ്പൊ ഇൻഡസ്ട്രിയിൽ വികസനം വന്ന് അവിടുത്തെ പ്രൊഡക്ഷൻ കൂടി അവിടെ എന്തൊരു ഡെവലപ്മെന്റ് ഉണ്ടായാലല്ലേ നമ്മുടെ നേഷണൽ ഡെവലപ്മെന്റ് ഉണ്ടാവുള്ളൂ അല്ലെ. അപ്പൊ എന്താണ് അതുവഴി ആ ഒരു പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുന്നത്, വേസ്റ്റേജ് കുറയ്ക്കുന്നത് മൂലം നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഒരു സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം, അവർക്ക് പ്രോഫിറ്റും അവർക്ക് ഡെവലപ്മെന്റും ഉണ്ടാകുന്നത് വഴി നമ്മുടെ ദേശീയ എന്താണ് താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് ഗ്യാരണ്ടീസ് സ്മൂത്ത് പ്രൊഡക്ഷൻ. രണ്ടുപേരും എംപ്ലോയീസും തമ്മിൽ ഒരു നല്ല റിലേഷൻ ആണെങ്കിൽ അവിടുത്തെ പ്രൊഡക്ഷൻ അവിടുത്തെ എങ്ങനെയായിരിക്കും, സ്മൂത്ത് ആയിരിക്കും അല്ലെ. സുഗമമായ ഉൽപാദനം, അവിടുത്തെ പ്രവർത്തനങ്ങളും സ്മൂത്ത് ആയിരിക്കും അല്ലെ, ഓപ്പറേഷൻസും സ്മൂത്ത് ആയിരിക്കില്ലേ, എഫിഷ്യന്റ് ആയിരിക്കും അല്ലെ. അപ്പൊ ഗ്യാരണ്ടി സ്മൂത്ത് പ്രൊഡക്ഷൻ അല്ലെ, സുഗമമായ ഉൽപാദനം ഗ്യാരണ്ടി ചെയ്യുന്നു, ഉറപ്പ് നൽകുന്നു. The main role of industrial relation is that they guarantee uninterrupted production, resulting in continuous employment at all levels of the organization. നമ്മുടെ ഇൻഡസ്ട്രിയൽ റിലേഷൻസിന്റെ മെയിൻ റോൾ, പ്രധാന പങ്ക് എന്ന് പറയുന്നത് എന്താണ്, അൺഇന്ററപ്റ്റഡ് പ്രൊഡക്ഷൻ അല്ലെ, ഒരു തടസ്സമില്ലാത്ത ഒരു ഉൽപാദനം ഉറപ്പാക്കുക എന്നുള്ളത്, ഉറപ്പ് നൽകുക എന്നുള്ളതും അതിന്റെ ഫലമായ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഉൽപാദനം ഉറപ്പ് നൽകുന്നതിലൂടെ എന്താണ്, അറ്റ് ഓൾ ലെവൽസ് ഓഫ് ദി ഓർഗനൈസേഷൻ അല്ലെ, നമ്മുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എല്ലാ തൊഴിൽ മേഖലയിലും എന്താണ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു തൊഴിൽ നൽകുക അല്ലെ. സ്മൂത്ത് ആയിട്ടുള്ള ഒരു റണ്ണിങ് ആണ്, ഉൽപാദനം സ്മൂത്ത് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നുണ്ടെങ്കിൽ എല്ലാ മേഖലയിലും വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ജോലി ഉണ്ടാവോ? ജോലി ഉണ്ടാവും. ആ ഒരു പ്രൊഡക്ഷൻ നല്ല രീതിയിൽ മാനുഫാക്ചറിങ് ചെയ്യുന്നവർക്കും പ്രൊഡക്ഷൻ ചെയ്യുന്നവർക്കും അത് പാക്ക് ചെയ്യുന്നവർക്കും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നവർക്കും അതുമായി ബന്ധപ്പെട്ട കണക്കുകൾ സൂക്ഷിക്കുന്നവർക്കൊക്കെ ജോലി ഉണ്ടാവും അല്ലെ.
ഫിനാൻസുമായി ബന്ധപ്പെട്ടവർക്കും ഉണ്ടാവോ? ഉണ്ടാവോ? അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കുറവുള്ള ഒരു കമ്പനി, പ്രൊഡക്ഷൻ നല്ല രീതിയിൽ ഇല്ല എങ്കിൽ എന്ത് പറ്റും? കമ്പനി അടച്ചുപൂട്ടേണ്ടി വരും അല്ലെ? അവിടെ എംപ്ലോയ്മെന്റ് ഉണ്ടാവോ? തൊഴിലുണ്ടാവോ? ഇല്ല. അപ്പൊ എന്താണ് നമുക്ക് ഇന്റർപ്രട്ടഡ് അല്ലെ, ഇന്ററപ്റ്റഡ് അതായത് തടസ്സമില്ലാത്ത ഒരു ഉൽപാദനം ഗ്യാരണ്ടി ചെയ്യുന്നതിലൂടെ അല്ലെ, ഉറപ്പ് നൽകുന്നത് വഴി ആ ഒരു സ്ഥാപനത്തിന്റെ എല്ലാ തലങ്ങളും, ഓൾ ലെവൽസിലെ എല്ലാ തലങ്ങളും ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് തുടർച്ചയായ തൊഴിലും ഉറപ്പു നൽകുന്നു. whether it is for a manager or workers, മാനേജർ ആയിക്കോട്ടെ വർക്കേഴ്സ് ആയിക്കോട്ടെ, എല്ലാ മേഖലയിലും വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾക്ക്, വർക്കേഴ്സിന് ജോലി ഉണ്ടായിരിക്കും. due to continuity of production, all the organization resources are effectively used, which leads to higher production for the firm and continuous earning of the workers. അല്ലെ? അപ്പൊ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ നൽകുന്നതിന്റെ ഫലമായി അല്ലെ, അത് കാരണമായിട്ട് എന്താണ് നമ്മുടെ ഓർഗനൈസേഷനിൽ, നമ്മുടെ ആ ഒരു കമ്പനിയിലെ എല്ലാ റിസോഴ്സുകളും, എല്ലാ വിഭവങ്ങളും എഫക്റ്റീവ് ആയിട്ട് അല്ലെ, ഫലപ്രദമായി ഉപയോഗിക്കുകയും ഇതെന്തിന് കാരണമാകുന്നു? ഹയർ പ്രൊഡക്ഷൻ, ഉയർന്ന ഉൽപാദനത്തിന് കാരണമാകുകയും നമ്മുടെ വർക്കേഴ്സിന് കൂടുതൽ സമ്പാദിക്കാനും സാധിക്കുന്നു അല്ലെ, വരുമാനത്തിലേക്ക് എത്തിക്കാനും സാധിക്കുന്നു. ഓക്കെയാണോ? ഓക്കെയാണോ? ഓക്കെ. അപ്പൊ നമ്മുടെ റിലേഷൻ കഴിഞ്ഞു, ഇൻഡസ്ട്രിയൽ റിലേഷൻ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് സെക്ഷനുകൾ എടുക്കാൻ പോകുന്നത് ട്രേഡ് യൂണിയൻസ് ആണ് കേട്ടോ. ട്രേഡ് യൂണിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മിസ് പറഞ്ഞിട്ടുണ്ട്. ട്രേഡ് യൂണിയൻസ് എന്താണ്? ട്രേഡ് യൂണിയൻസ് ആരുടേതാണ്? ആരുടെ അസോസിയേഷൻസ് ആണ് ട്രേഡ് യൂണിയൻസ്? എംപ്ലോയേഴ്സിന്റെ ആണോ? എംപ്ലോയീസിന്റെ ആണോ? ആരുടേതാണ്? ആരുടെ അസോസിയേഷൻ ആണ്? എംപ്ലോയീസിന്റെ ആണ് അല്ലെ. എന്തിനു വേണ്ടിയുള്ളതാണ്? എംപ്ലോയീസ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രേഡ് യൂണിയൻ ഡെവലപ്പ് ചെയ്യുന്നത്, അതിൽ ജോയിൻ ചെയ്യുന്നത്? അവരുടെ ആവശ്യങ്ങൾ, അവരുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. എംപ്ലോയീസിന്റെ ബെനിഫിറ്റ്സുകൾ, അവരുടെ ആവശ്യങ്ങൾ അല്ലെ. അപ്പൊ നോക്കാം നമുക്ക്. എന്താണ് trade unions? Meaning and definition of trade unions: to represent their goals and interests in a better manner, the employees can join an organization which is called trade union. Question varato, തങ്ങളുടെ അല്ലെ നമ്മുടെ എംപ്ലോയീസിന്റെ ലക്ഷ്യങ്ങളും ഗോൾസുകളും അവരുടെ താല്പര്യങ്ങളെയും മികച്ച രീതിയിൽ പ്രതിനിധീകരിക്കുന്നതിന് അല്ലെ, അവരുടെ ആ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഇൻട്രസ്റ്റുകൾ റെപ്രസെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ എംപ്ലോയീസിൽ എന്തിൽ ജോയിൻ ചെയ്യുന്നു? ഓർഗനൈസേഷന്റെ ഒരു അസോസിയേഷനിൽ അല്ലെ, ഒരു ഇതില് ജോയിൻ ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രേഡ് യൂണിയൻസ് എന്ന് പറയുന്നത്. ഓക്കെയാണോ? നമ്മുടെ എംപ്ലോയീസിന്റെ താല്പര്യങ്ങളും അവരുടെ ലക്ഷ്യങ്ങളും അല്ലെ നല്ല രീതിയിൽ ബെറ്റർ മാനറിൽ എന്താണ് പ്രതിനിധീകരിക്കുന്നതിന് നമ്മുടെ എംപ്ലോയീസ് ഒരു ഓർഗനൈസേഷനിൽ, ഒരു സംഘടനയിൽ ജോയിൻ ചെയ്യുന്നു അല്ലെ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രേഡ് യൂണിയൻസ് എന്ന് പറയുന്നത്. TU ട്ടോ. TU stands for ട്രേഡ് യൂണിയൻ. ക്വസ്റ്റ്യൻ വരുന്നതാണ്. For this, the employees pay an annual fee, and in response to it their interests are powerfully represented. അല്ലെ. അപ്പൊ for this, അതിന്റെ ഭാഗമായിട്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ എംപ്ലോയീസ് നമ്മുടെ ട്രേഡ് യൂണിയൻസിൽ ഒരു ആനുവൽ ഫീസ് ആയിട്ട് അവര് വർഷത്തില് ഒരു ഫീസ് നൽകുന്നുണ്ട്. And in response to it their interests are powerfully represented. അല്ലെ. എന്താണ്? അപ്പൊ ഈ ഒരു ഫീസ് ഈടാക്കി എന്താണ് നമ്മുടെ ട്രേഡ് യൂണിയൻസ് നമ്മുടെ എംപ്ലോയീസിന്റെ ഇൻട്രസ്റ്റുകൾ അല്ലെ, താല്പര്യങ്ങള്
എന്താണ് ശക്തമായി പ്രതിനിധീകരിക്കുന്നു, ശക്തമായി അതിനെ സംരക്ഷിക്കുന്നു. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് this is more effective than negotiating for such rights with the employer on an individual basis. അല്ലെ, നമ്മുടെ താല്പര്യങ്ങൾ ഒരു എംപ്ലോയീസിന് എന്തെങ്കിലും ബേസിക് പേ കൂട്ടണം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ബെനിഫിറ്റ്സ് കിട്ടണമെങ്കിൽ അവർ ആ ഒരു മാനേജ്മെന്റുമായിട്ട് അവരൊറ്റയ്ക്ക് സംസാരിക്കുന്നതിൽ കൂടുതൽ എഫക്റ്റീവായി അല്ലേ ട്രേഡ് യൂണിയൻസ് അവർക്ക് വേണ്ടി വാദിക്കുന്നത്? ആണോ? അതൊരു സംഘടനയാണ് അല്ലെ, അതൊരു അസോസിയേഷൻ ആണ് അല്ലെ, സംഘടനയാണ്, അതിൽ ഒരുപാട് ആളുകളുണ്ട് അല്ലെ. അപ്പൊ ഒരാള് ഒറ്റയ്ക്ക് വാദിക്കുന്നതിൽ കൂടുതൽ എഫക്റ്റീവ് അല്ലേതാ? ആണോ? അപ്പൊ അത്തരം അവകാശങ്ങളായിട്ട് എന്താണ് തൊഴിലുടമയുമായി വ്യക്തിപരമായി ഇൻഡിവിജ്വൽ ബേസിസിൽ സംസാരിക്കുന്നതിനേക്കാൾ അവര് നെഗോഷിയേറ്റിംഗ് അല്ലെ ചർച്ചകൾ നടത്തുന്നതിനേക്കാൾ കൂടുതൽ ഫലപ്രദമാണ് ഇങ്ങനെയുള്ള ട്രേഡ് യൂണിയൻസ്. ഓക്കെയാണോ? അവര് സാലറി ഇൻക്രിമെന്റിന് വേണ്ടി, അവരുടെ എന്താണ് ബെനിഫിറ്റ്സിന് വേണ്ടി, അവരുടെ വർക്ക് സെക്യൂരിറ്റിക്ക് വേണ്ടിയൊക്കെ ഒറ്റയ്ക്ക് വാദിക്കുന്നതിനേക്കാൾ കൂടുതൽ ഫലപ്രദമാണ് ഇത്തരം ട്രേഡ് യൂണിയൻസ്. ട്രേഡ് യൂണിയൻസ് ആർ ഫോർമഡ് വെൻ വർക്കേഴ്സ് ജോയിൻ ടുഗദർലി. എന്താണ് നമ്മുടെ തൊഴിലാളികൾ, നമ്മുടെ എംപ്ലോയീസ് ഒന്നിച്ചു ചേരുമ്പോഴാണ് അല്ലെ നമ്മുടെ ട്രേഡ് യൂണിയൻസ് ഉണ്ടാകുന്നത്. ഒരാൾ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് നമുക്ക് ട്രേഡ് യൂണിയൻസ് ഉണ്ടാക്കാൻ പറ്റോ? ഒരാൾ ഒറ്റയ്ക്കുള്ളെങ്കിൽ നമുക്ക് പറയാൻ പറ്റോ അത് ട്രേഡ് യൂണിയൻ ആണ് എന്ന് പറയാൻ പറ്റോ? ഇല്ല അല്ലെ. അപ്പൊ നമ്മുടെ എംപ്ലോയീസ് ഒന്നിച്ചു ചേരുമ്പോഴാണ് ട്രേഡ് യൂണിയൻസ് ഫോം ചെയ്യുന്നത്. ഓക്കെ അല്ലേ? These are also known as organization of workers against the management. അല്ലെ, എന്താണ് നമുക്ക് ഇതിനെ ട്രേഡ് യൂണിയൻസിനെ മാനേജ്മെന്റിനെതിരെയുള്ള തൊഴിലാളി സംഘടനകൾ എന്ന് പറയാം അല്ലെ. അല്ലെ, അങ്ങനെ പറയാലോ. തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് അല്ലെ, അവരുടെ ആവശ്യങ്ങള്, അവരുടെ താല്പര്യങ്ങള്, അവരുടെ ലക്ഷ്യങ്ങള് നമ്മുടെ മാനേജ്മെന്റിനോട് അറിയിക്കാൻ വേണ്ടിയുള്ളതാണ് അല്ലെ, അവരിൽ നിന്ന് നേടിയെടുത്തു കൊടുക്കാൻ വേണ്ടിയുള്ളതാണ് അല്ലെ ട്രേഡ് യൂണിയൻസ്. മാനേജ്മെന്റിനെതിരെയുള്ള തൊഴിലാളി സംഘടനകൾ എന്നും നമുക്ക് ട്രേഡ് യൂണിയൻസിനെ പറയാം. സച്ച് യൂണിയൻസ് ഹെൽപ്പ് ആൻഡ് സപ്പോർട്ട് ദ വർക്കേഴ്സ് എ ലോട്ട് അല്ലെ. എന്താണ് ഇത്തരം യൂണിയൻസ് എന്താണ് നമ്മുടെ തൊഴിലാളികളെ സഹായിക്കുകയും പിന്തുണയ്ക്കുകയും വളരെയധികം സഹായിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. ഓക്കെയാണോ? നെക്സ്റ്റ് എടുക്കട്ടെ, എല്ലാവർക്കും ഓക്കെ അല്ലേ? The work of all the workers is affected by their working age, education, family, social background, psychological factors, skills, culture, attitude towards work of others, etc. അല്ലെ, എല്ലാ തൊഴിലാളികളെയും എല്ലാ വർക്കേഴ്സിനെയും എന്താണ് അവരെ വർക്കിൽ എഫക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. ആ തൊഴിലാളിയുടെ ഏജ്, എഡ്യൂക്കേഷൻ, അവരുടെ ഫാമിലി, അവരുടെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെ, സാമൂഹിക പശ്ചാത്തലം, അവരുടെ മാനസികമായിട്ടുള്ള ഘടകങ്ങള്, അവരുടെ കഴിവുകള്, അവരുടെ കൾച്ചർ, സംസ്കാരം, അവരുടെ ആറ്റിറ്റ്യൂഡ്, മറ്റുള്ളവരുമായിട്ടുള്ള അവരുടെ കാഴ്ചപ്പാടുകള് എല്ലാം അവരെ വർക്കിനെ ബാധിക്കുന്നുണ്ടോ? എഫക്ട് ചെയ്യുന്നുണ്ടോ? പ്രായം അല്ലെ, ഏജ് ഇല്ലേ, ഒരു ചില കമ്പനികളിലൊക്കെ ഒരു 45 എബോ അല്ലെങ്കിൽ ഒരു 40 എബോ ആയ അവര് ജോലിക്ക് എടുക്കാറില്ല അല്ലെ. ഏജ് കൂടി കഴിഞ്ഞാൽ അവര് ജോലിക്ക് എടുക്കാറുണ്ടോ? എന്താണ് ആ ഒരു ഏജ് അവരെ ജോലിയെ ബാധിക്കും അല്ലെ. അപ്പൊ എന്താണ് ഒരു തൊഴിലാളിയുടെ എല്ലാ തൊഴിലാളികളും, ഓൾ ദ വർക്കേഴ്സ്, എല്ലാ തൊഴിലാളികളെയും അവരുടെ തൊഴിലില് അവരുടെ ഏജ്, അവരുടെ എഡ്യൂക്കേഷൻ, അവരുടെ ഫാമിലി, അവരുടെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്, അവരുടെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്, അവരുടെ സ്കിൽസ്, അവരുടെ കഴിവുകള്, മറ്റുള്ളവരുമായിട്ടുള്ള അവരുടെ കാഴ്ചപ്പാടുകൾ അല്ലെ, ആറ്റിറ്റ്യൂഡ്, മനോഭാവങ്ങളെല്ലാം എഫക്ട് ചെയ്യുന്നുണ്ട്. വർക്കേഴ്സ് ഓൾവേസ് സ്ട്രൈവ് ഫോർ ദ ഇംപ്രൂവ്മെന്റ് ഇൻ ദ ടേംസ് ആൻഡ് കണ്ടീഷൻ ഓഫ് ദെയർ ജോബ്സ് അല്ലെ. എന്താണ് വർക്കേഴ്സ് എന്തിനു വേണ്ടിയിട്ടാണ് പരിശ്രമിക്കുന്നത്, സ്ട്രൈവ് ചെയ്യുന്നത്?
എന്താണ് അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെ ഓഫ് ദെയർ ജോബ്സ് അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിബന്ധനകളും വ്യവസ്ഥകളും ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ അവർക്ക് ബെറ്റർ പേ കിട്ടാൻ വേണ്ടിയിട്ട് അവർക്ക് മോർ ബെനിഫിറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ വർക്ക് ഷെഡ്യൂളുകൾ മാറ്റാൻ വേണ്ടിയിട്ട് അല്ലെ ജോലിഭാരം കുറയ്ക്കാൻ വേണ്ടിയിട്ട് വർക്കിംഗ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അല്ലെ അപ്പൊ എന്താണ് അവരുടെ ജോലിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിബന്ധനകളും വ്യവസ്ഥകളും ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവര് പരിശ്രമിക്കുന്നു ഓക്കെയാണോ നെക്സ്റ്റ് പറയുന്നത് that is why they start negotiating with the top management of the company and express their grievances അല്ലെ എന്താണ് അപ്പൊ അങ്ങനെ നമ്മുടെ ടേംസും കണ്ടീഷൻസ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ അവർ പരിശ്രമിക്കുന്നു അല്ലെ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ എംപ്ലോയീസ് എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ടോപ്പ് മാനേജ്മെന്റുമായിട്ട് ചർച്ചകൾ നടത്തിയിട്ട് അവരുടെ പരാതികൾ പ്രകടിപ്പിക്കുന്നു അല്ലെ നമ്മുടെ പരാതികള് നമ്മുടെ ആവശ്യങ്ങള് അതൊക്കെ നമ്മ അവരോട് പ്രകടിപ്പിച്ചാൽ മാത്രമല്ല എക്സ്പ്രസ് ചെയ്താൽ മാത്രമല്ലേ നമുക്ക് അതിനൊരു സൊല്യൂഷൻ കിട്ടുള്ളൂ പരിഹാരം കിട്ടുള്ളൂ അല്ലേ നമ്മ വെറുതെ അത് മനസ്സിലിട്ടിട്ട് കാര്യമുണ്ടോ ടോപ്പ് മാനേജ്മെന്റിനെ അറിയിക്കണം അല്ലേ ടോപ്പ് മാനേജ്മെന്റിനെ അറിയിക്കണം അല്ലെ അപ്പൊ എന്താണ് അപ്പൊ അങ്ങനെയുള്ള ഇത്തരം ഇംപ്രൂവ്മെന്റുകൾക്ക് വേണ്ടി നമ്മുടെ എംപ്ലോയീസ് അവിടുത്തെ ടോപ്പ് മാനേജ്മെന്റുകളുമായിട്ട് ചർച്ചകൾ നടത്തി അവരുടെ പരാതികള് പ്രകടിപ്പിക്കുന്നു the workers also demand a share in the powers of management as far as decision making is concerned അല്ലെ അപ്പൊ എന്താണ് തീരുമാനമെടുക്കുന്ന ഡിസിഷൻ മേക്കിംഗ് കൺസേണുകൾ അല്ലെ തീരുമാനമെടുക്കുന്ന കാര്യത്തില് എന്താണ് മാനേജ്മെന്റിന്റെ അധികാരത്തിലാണ് ഒരു ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ഒരു കമ്പനികളിലൊക്കെ ഡിസിഷൻ എടുക്കുന്നതാരാ തീരുമാനമെടുക്കുന്നതാരാ അവിടുത്തെ ടോപ്പ് മാനേജ്മെന്റ് അല്ലെങ്കിൽ അവിടുത്തെ ഡയറക്ടേഴ്സ് ആയിരിക്കും അല്ലേ ആണോ ആണ് അപ്പൊ അങ്ങനെയുള്ള തീരുമാനമെടുക്കുന്ന കാര്യത്തില് നമ്മ മാനേജ്മെന്റിനുള്ള ആ ഒരു പങ്കില് നമ്മുടെ തൊഴിലാളികൾക്ക് നൽകണമെന്ന് അവർ ആവശ്യപ്പെടുന്നു അല്ലെ നമ്മുടെ സാലറിയുടെ കാര്യത്തിലോ നമ്മുടെ വർക്കിന്റെ കാര്യത്തിലോ നമ്മുടെ വർക്ക് സേഫ്റ്റിയുടെ കാര്യത്തിലോ നമ്മുടെ ബെനിഫിറ്റ്സിന്റെ കാര്യത്തിലൊക്കെ നമ്മളടുത്തും കൂടി അഭിപ്രായങ്ങൾ ചോദിക്കണോ വേണ്ടേ വേണല്ലേ അപ്പൊ അങ്ങനെ നമ്മളെ കുറിച്ച് തീരുമാനമെടുക്കുന്നതില് അല്ലെ നമ്മുടെ എംപ്ലോയീസിനെ കുറിച്ച് തീരുമാനമെടുക്കുന്ന കാര്യത്തില് നമ്മുടെ എംപ്ലോയീസിന് കൂടി മാനേജ്മെന്റിന്റെ ആ ഒരു പങ്കില് നമ്മുടെ എംപ്ലോയീസിന് കൂടി ഒരു ചെറിയ പങ്ക് നൽകണമെന്ന് അവർ ആവശ്യപ്പെടുന്നു തൊഴിലാളികൾ ആവശ്യപ്പെടുന്നു ഓക്കെയാണോ in this regard trade unions play an important role as they help in protecting the workers' economic interest. അപ്പൊ ഈ കാര്യത്തിൽ ഇങ്ങനെ അവരുടെ ഇൻട്രസ്റ്റുകളും അവരുടെ ഗോൾസുകളും അവരുടെ ആവശ്യങ്ങളൊക്കെ എന്താണ് നമ്മുടെ മാനേജ്മെന്റുമായി പങ്കിടുന്ന കാര്യത്തിലും ഡിസിഷൻ മേക്കിങ്ങിൽ ഇവർ ഉൾപ്പെടുത്തണം എന്നുള്ള കാര്യത്തിലും അങ്ങനെയുള്ള കാര്യത്തിലും എന്താണ് നമ്മുടെ ട്രേഡ് യൂണിയൻസ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു as they help in protecting the workers' economic interest അല്ലെ എന്താണ് നമ്മുടെ ട്രേഡ് യൂണിയൻസ് നമ്മുടെ തൊഴിലാളികളുടെ അല്ലെങ്കിൽ നമ്മുടെ വർക്കേഴ്സിന്റെ സാമ്പത്തികമായിട്ടുള്ള താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നു ഓക്കെയാണോ നെക്സ്റ്റ് പറയുന്നത് they do so by collective bargaining and also by using political and economic tactics to pressurize the management of the company. അപ്പൊ നമ്മുടെ ട്രേഡ് യൂണിയൻസ് എന്ത് ചെയ്യുന്നുണ്ട് പൊളിറ്റിക്കൽ ആയിട്ടും അതല്ലെങ്കിൽ എക്കണോമിക് ആയിട്ടുള്ള അല്ലെ സാമ്പത്തികപരമായിട്ടുള്ള തന്ത്രങ്ങളൊക്കെ നമ്മുടെ മാനേജ്മെന്റ് ആ ഒരു കമ്പനിയുടെ മാനേജ്മെന്റിൽ ഉപയോഗിച്ച് എന്താണ് നല്ല കളക്റ്റീവ് ആയിട്ടുള്ള ബാർഗെയിനിങ്ങിലൂടെ നമ്മുടെ വർക്കേഴ്സിന് ഇത്തരം എക്കണോമിക് ഇൻട്രസ്റ്റുകള് അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങള് നേടിയെടുക്കുന്നു അല്ലെ ഓക്കെയാണോ അപ്പൊ നമ്മുടെ എംപ്ലോയീസിന്റെ ബെനിഫിറ്റ്സുകളും അവരുടെ സേഫ്റ്റിയും അവരുടെ എന്താണ് പേയ്മെന്റ് അല്ലേ അവര് എന്താണ് സാലറി ഇൻക്രിമെന്റ് അങ്ങനെയുള്ള കാര്യങ്ങള് കൂട്ടായ വിലപേശലിലൂടെയും കൂടാതെ എന്താണ് രാഷ്ട്രീയവും
സാമ്പത്തികപരമായിട്ടുള്ള തന്ത്രങ്ങള് നമ്മുടെ കമ്പനിയുടെ മാനേജ്മെന്റിൽ പ്രയോഗിച്ചിട്ട് നമ്മുടെ ട്രേഡ് യൂണിയൻസ് നേടിയെടുക്കുന്നു. Trade unions believe that they are a part of the organization and as it is a subsystem that helps to fulfill the interest of the certain groups, that is workers. അല്ലെ, ട്രേഡ് യൂണിയൻസ് എന്താണ് കരുതുന്നത്? അവർ ആ ഒരു ഓർഗനൈസേഷന്റെ തന്നെ ഒരു ഭാഗമാണെന്ന് നമ്മുടെ ട്രേഡ് യൂണിയൻസ് വിശ്വസിക്കുന്നു അല്ലെ. കൂടാതെ എന്താണ്, നമ്മുടെ certain groups, അതായത് നമ്മുടെ വർക്കേഴ്സിന്റെ താല്പര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത് ഫുൾഫിൽ ചെയ്തു കൊടുക്കുന്നതിന് അവരെ സഹായിക്കുന്ന ഒരു സബ് സിസ്റ്റം ആണ് ട്രേഡ് യൂണിയൻസ് എന്നും അവര് വിശ്വസിക്കുന്നു. ഓക്കെയാണോ? എല്ലാവർക്കും ഓക്കെയാണോ? എല്ലാവർക്കും ഓക്കെയാണോ? ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? ഇഫ് ദ കമ്മ്യൂണിറ്റി ആൻഡ് ഓർഗനൈസേഷൻ ആർ ഗ്രോയിങ് സ്ട്രോങ്ലി, the role of trade unions is also considered vital. നമ്മുടെ ഓർഗനൈസേഷനും നമ്മുടെ ആ ഒരു സമൂഹവും സ്ട്രോങ്ലി ഗ്രോയിങ് അല്ലെ, എന്താണ്, ശക്തമായി വളരുകയാണെങ്കിൽ നമ്മൾ ട്രേഡ് യൂണിയൻസിന്റെ റോൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലെ. ട്രേഡ് യൂണിയൻസിന്റെ പങ്ക് വളരെ നിർണായകമായി കരുതുന്നു അല്ലെ, കണക്കാക്കപ്പെടുന്നു. നമ്മുടെ സമൂഹത്തില് ആരാണ് കൂടുതൽ? വർക്കേഴ്സ് ആണല്ലേ കൂടുതൽ, എംപ്ലോയീസ് ആണല്ലേ കൂടുതൽ അല്ലേ? ആണോ? ഓർഗനൈസേഷനിലും ഇത്തരം വർക്കേഴ്സ് ആയിരിക്കും അല്ലെ. ടോപ്പ് മാനേജ്മെന്റിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളാണോ കൂടുതൽ, വർക്കേഴ്സ് ആണോ കൂടുതൽ? വർക്കേഴ്സ് ആയിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിറ്റി, ഒരു സമൂഹം അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ ശക്തമായി വളരുകയാണെങ്കിൽ അവരുടെ ട്രേഡ് യൂണിയൻസിന്റെ പങ്ക് വളരെ നിർണായകമല്ലേ. അവരുടെ അഭിപ്രായങ്ങൾ, അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ, അവരുടെ ബെനിഫിറ്റ്സുകളൊക്കെ ആരാ സാറ്റിസ്ഫൈ ചെയ്യുന്നത്? ട്രേഡ് യൂണിയൻസ് ആണ് അല്ലെ. അപ്പൊ ട്രേഡ് യൂണിയൻസിന്റെ പങ്ക് വളരെ നിർണായകമാണ്. There are various types of trade unions. പലതരത്തിലുള്ള ട്രേഡ് യൂണിയൻസ് ഉണ്ട്. Some trade unions are formed by blue collar workers, some by white collar employees and some are formed by employers. അല്ലെ, എന്താണ്, ചില യൂണിയൻസ്, ട്രേഡ് യൂണിയൻസ് ഫോം ചെയ്യുന്നത് ബ്ലൂ കോളർ വർക്കേഴ്സിനാണ്, ചിലത് വൈറ്റ് കോളർ എംപ്ലോയീസ് ആണ്, ചിലത് എംപ്ലോയേഴ്സിന് വേണ്ടിയാണ് ഫോം ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ ബ്ലൂ കോളർ വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഇൻഡിവിജ്വൽ who perform manual labors. നമ്മുടെ എന്താണ്, മാനുഷികമായി അധ്വാനിക്കുന്നവരില്ലേ? ഇൻഡസ്ട്രിയില്, മാനുഫാക്ചറിംഗില്, കൺസ്ട്രക്ഷനില്, ട്രാൻസ്പോർട്ടേഷനിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളില്ലേ? അവരെയാണ് എന്താ വൈറ്റ് കോളർ എംപ്ലോയീസ് എന്ന് പറയുന്നത്. സോറി, ബ്ലൂ കോളർ എംപ്ലോയീസ് എന്ന് പറയുന്നത്. വൈറ്റ് കോളർ എംപ്ലോയീസ് എന്ന് പറയുന്നത് നമ്മുടെ ഓഫീസ് ബേസ്ഡ് ജോബ്സുകൾ ചെയ്യുന്നവര് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ജോബുകൾ ചെയ്യുന്നവരെയാണ് വൈറ്റ് കോളർ ജോബ്സ് നമ്മൾ പറയാറില്ലേ. വൈറ്റ് കോളർ ജോബ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ അല്ലേ? വൈറ്റ് കോളർ ജോബ് എന്നൊക്കെ. അപ്പൊ അങ്ങനെ വൈറ്റ് കോളർ എംപ്ലോയീസ്. അപ്പൊ എന്താണ്, പലതരത്തിലുള്ള ട്രേഡ് യൂണിയൻസ് ഉണ്ട്. അതിൽ വരുന്നതാണ് ബ്ലൂ കോളർ വർക്കേഴ്സിന് വേണ്ടിയുള്ളത്, വൈറ്റ് കോളർ വർക്കേഴ്സിന് വേണ്ടിയത്, കൂടാതെ നമ്മുടെ എംപ്ലോയേഴ്സിന് വേണ്ടി ഫോം ചെയ്യുന്ന ട്രേഡ് യൂണിയൻസ്. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് അക്കോർഡിംഗ് ടു ലെസ്റ്റർ. നെക്സ്റ്റ് നമ്മുടെ ട്രേഡ് യൂണിയൻസിനെ കുറിച്ച് 2-3 ഡെഫിനിഷൻസ് ആണ് പറയുന്നത്. അക്കോർഡിംഗ് ടു ലെസ്റ്റർ, എ ട്രേഡ് യൂണിയൻ is an association of employees designed primarily to maintain or improve the condition of employment of its members. എന്താണ് നമ്മുടെ ലെസ്ലറിലെ അഭിപ്രായത്തിൽ ട്രേഡ് യൂണിയൻസ് എന്ന് പറയുന്നത് എന്താണ്? ജീവനക്കാരുടെ ഒരു സംഘടനയാണ് അല്ലെ. എന്തിനു വേണ്ടിയിട്ടുള്ളത്? എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്?
പ്രാഥമികമായിട്ട് പ്രൈമറിയിലെ പ്രാഥമികമായിട്ട് അവരുടെ ആ ഒരു എംപ്ലോയ്മെന്റ് കണ്ടീഷൻ ഓഫ് എംപ്ലോയ്മെന്റ് അല്ലെ തൊഴിലിന്റെ ആ ഒരു കണ്ടീഷൻസ് മെച്ചപ്പെടുത്തുന്നതിനോ അതല്ലെങ്കിൽ അത് നിലനിർത്തുന്നതിനോ വേണ്ടിയുള്ള ഒരു ഓർഗനൈസേഷൻ ഒരു അസോസിയേഷൻ ആണ് ട്രേഡ് യൂണിയൻസ്. ഓക്കെ ആണോ? ട്രേഡ് യൂണിയൻസ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? നമ്മുടെ ജീവനക്കാർക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു സംഘടന, ഒരു അസോസിയേഷൻ ആണ്. പ്രാഥമികമായിട്ട് അവരുടെ ആ ഒരു എംപ്ലോയ്മെന്റ് കണ്ടീഷൻസ് അല്ലെ എന്താണ് അവരുടെ ആ ഒരു തൊഴിലിന്റെ ആ ഒരു അവസ്ഥ നിലനിർത്തുന്നതിനോ മെച്ചപ്പെടുത്തുന്നതിനോ വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു അസോസിയേഷൻ ആണ്. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് നെക്സ്റ്റ് ഫ്ലിപ്പോന്റെ അടിസ്ഥാനത്തിൽ അഭിപ്രായത്തില് ട്രേഡ് യൂണിയൻസ് എന്താണ്? അക്കോർഡിംഗ് ടു ഫ്ലിപ്പോ എ ട്രേഡ് യൂണിയൻ ഇസ് എ വർക്കേഴ്സ് ഓർഗനൈസേഷൻ അല്ലെ നമ്മുടെ ട്രേഡ് യൂണിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ തൊഴിലാളികളുടെ വർക്കേഴ്സിന്റെ സംഘടനയാണ്. വിച്ച് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദെയർ കളക്റ്റീവ് ആക്ടിവിറ്റി to the welfare of the members in social, economic and political interests and to keep them secured and ഇംപ്രൂവ്മെന്റ് ഇൻ ഇറ്റ് അല്ലെ എന്താണ് അത് ആ ഒരു അംഗങ്ങളുടെ നമ്മുടെ ആ ഒരു ട്രേഡ് യൂണിയൻസ് അല്ലെങ്കിൽ ആ ഒരു ഇൻഡസ്ട്രിയിലുള്ള അംഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക സാധ്യതാ താല്പര്യങ്ങൾക്ക് അനുസൃതമായിട്ട് അവരുടെ ക്ഷേമത്തിന് അല്ലെ അവരുടെ വെൽഫെയറിനും അവരുടെ സുരക്ഷയ്ക്കും വേണ്ടി അല്ലെ എന്താണ് ആക്ടിവിറ്റീസ് ടു ദ വെൽഫെയർ ഓഫ് ദി മെമ്പേഴ്സ് അല്ലെ സുരക്ഷയ്ക്കും വേണ്ടിയുള്ള എന്താണ് അവരുടെ കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ കളക്റ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലൂടെ സ്ഥാപിക്കപ്പെടുന്ന എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഒരു ഒരു അസോസിയേഷൻ ആണ് ട്രേഡ് യൂണിയൻസ്. എന്താണ് നമ്മുടെ വർക്കേഴ്സിന് വേണ്ടിയിട്ട് അല്ലെ നമ്മൾ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെ നമ്മുടെ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന മെമ്പേഴ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു കമ്പനിയിലുള്ള മെമ്പേഴ്സിന് വേണ്ടിയിട്ട് എന്താണ് അവരുടെ സാമൂഹിക സാമ്പത്തിക അവരുടെ സാധ്യത ഇൻട്രസ്റ്റുകൾ അല്ലെ പൊട്ടൻഷ്യൽ ഇൻട്രസ്റ്റ് അവർക്ക് സാധ്യതയുള്ള അവരുടെ ഇൻട്രസ്റ്റുകൾ എന്താണ് സംരക്ഷിക്കപ്പെടുന്നതിനും അത് മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടി എന്താണ് കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഒരു അസോസിയേഷനെയാണ് ട്രേഡ് യൂണിയൻസ് എന്ന് പറയുന്നത്. ഓക്കെയാണോ? സാമൂഹിക സാമ്പത്തിക പൊട്ടൻഷ്യൽ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അതാണ് അല്ലെ വേജസ് ബെനിഫിറ്റ്സുകൾ അല്ലെ എക്കണോമിക് ആയിട്ടുള്ള സാമ്പത്തികപരമായിട്ടുള്ള ഇൻട്രസ്റ്റുകൾ അല്ലെ അവരുടെ സാലറി അവരെ ബെനിഫിറ്റ്സുകള് അവരുടെ സെക്യൂരിറ്റി അല്ലെ സോഷ്യൽ സെക്യൂരിറ്റി അല്ലെ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് എന്താണ് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും അത് ഇംപ്രൂവ് കീപ്പ് നിലനിർത്തുന്നതിനും വേണ്ടിയിട്ട് കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഒരു അസോസിയേഷനെയാണ് ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നതെന്ന് നമ്മുടെ ഫ്ലിപ്പോ പറയുന്നു. ഓക്കെയാണോ? ക്വസ്റ്റ്യൻ വരാട്ടോ, ഡെഫിനിഷനൊക്കെ ക്വസ്റ്റ്യൻ വരാട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് നോക്കി വെക്കാട്ടോ. നെക്സ്റ്റ് പറയുന്നത് അക്കോർഡിംഗ് ടു വെബ്സിന്റെ അടിസ്ഥാനത്തിൽ ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത് എന്താണ്? ട്രേഡ് യൂണിയൻ ഇസ് എ കണ്ടിന്യൂസ് അസോസിയേഷൻ അല്ലെ ഒരു തുടർച്ചയായിട്ടുള്ള ഒരു സംഘടനയാണ് അല്ലെ ഓഫ് വേജ് ഏണേഴ്സ്. വേജ് ഏണർ എന്ന് പറഞ്ഞാൽ ആരാ? തൊഴിലാളികൾ അല്ലെ സാലറി നേടുന്നവര് വേതനം നേടുന്നവര് അല്ലെ ആണോ? അപ്പൊ അസോസിയേഷൻ ഓഫ് വേജ് ഏണേഴ്സ് ഫോർ ദ പർപ്പസ് ഓഫ് മെയിൻറ്റെയിനിങ് ആൻഡ് ഇംപ്രൂവിങ് ദ കണ്ടീഷൻ ഓഫ് ദെയർ വർക്കിംഗ് ലൈഫ്സ് അല്ലെ എന്താണ് നമ്മുടെ തൊഴിൽ സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനും അത് നിലനിർത്തുക എന്നുള്ള ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് എന്താണ് നമ്മുടെ ജീവനക്കാരുടെ അല്ലെ നമ്മുടെ വേതനം നേടുന്നവരുടെ ഒരു കണ്ടിന്യൂസ് തുടർച്ചയായിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് ട്രേഡ് യൂണിയൻസ്. നമ്മുടെ തൊഴിൽ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനും അത് നിലനിർത്തുന്നതിനും വേണ്ടി എന്താണ് വേജ് ഏണേഴ്സ് തൊഴിലാളികള് എന്താണ് തൊഴിലാളികളുടെ ഒരു കൂട്ടായിട്ടുള്ള ഒരു സംഘടനയെ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയെയാണ് ട്രേഡ് യൂണിയൻസ് എന്ന് പറയുന്നത്. ഓക്കെയാണോ?
ഒരു എന്തെങ്കിലും ഒരു ബെനിഫിറ്റ്സ് നേടിക്കഴിഞ്ഞു കഴിഞ്ഞാല് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തോ ട്രേഡ് യൂണിയൻസിന്റെ പ്രവർത്തനം? ഇല്ല അല്ലെ? ഇല്ല, അത് തുടർന്നു കൊണ്ടിരിക്കുകയാണ് അല്ലെ? അതാണ് കണ്ടിന്യൂസ് അസോസിയേഷൻ എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് ഒരു വർക്കേഴ്സ് വർക്കിംഗ് ലൈഫ്സ് അല്ലെ, അവരുടെ തൊഴിൽ സാഹചര്യം അല്ലെങ്കിൽ തൊഴിൽ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനും അത് നിലനിർത്തുന്നതിനും വേണ്ടി നമ്മുടെ തൊഴിലാളികളുടെ എന്താണ് തുടർച്ചയായിട്ടുള്ള ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു സംഘടനയാണ് ട്രേഡ് യൂണിയൻസ് എന്ന് പറയുന്നത്, വെബ്സിന്റെ അടിസ്ഥാനത്തില് പറയുന്നത്. ഓക്കെ ആണോ? ഒന്ന് വായിച്ചു നോക്കോ, എന്നിട്ട് മിസ് നെക്സ്റ്റ് എടുക്കാം, ക്യാരക്ടറിസ്റ്റിക്സ് എടുക്കാം. പെട്ടെന്നൊന്ന് വായിച്ചു നോക്കിയിട്ട് മിസ് നെക്സ്റ്റ് എടുക്കാം കേട്ടോ. ജസ്റ്റ് പെട്ടെന്നൊന്ന് ഓടിച്ചു നോക്കിയാൽ മതിയേ. ഓക്കെ, നെക്സ്റ്റ് എടുക്കട്ടെ. നെക്സ്റ്റ് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രേഡ് യൂണിയൻസ് അല്ലെ, നമ്മുടെ ട്രേഡ് യൂണിയൻസിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? വേരിയസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രേഡ് യൂണിയൻസ് ആർ കാറ്റഗറൈസ്ഡ് ബിലോ അല്ലെ. എന്താണ് നമ്മുടെ ട്രേഡ് യൂണിയൻസിന്റെ പലതരത്തിലുള്ള സവിശേഷതകൾ താഴെ തന്നിരിക്കുന്നു അല്ലെ. അപ്പൊ ഫസ്റ്റ് വൺ പറയുന്നത് അസോസിയേഷൻ ഓഫ് വോളണ്ടറി നേച്ചർ അല്ലെ. നമ്മുടെ ട്രേഡ് യൂണിയൻസിന്റെ നേച്ചർ എന്ന് പറയുന്നത് എന്താണ്? വോളണ്ടറി ആണ് അല്ലെ. എന്താണ്? സന്നദ്ധ സംഘടനയാണ് അല്ലെ ട്രേഡ് യൂണിയൻസ് എന്ന് പറയുന്നത് അല്ലെ. എംപ്ലോയീസിന്റെ സന്നദ്ധ സംഘടനയല്ലേ. അപ്പൊ അസോസിയേഷൻ ഓഫ് എംപ്ലോയീസ് ഇൻ ട്രേഡ് യൂണിയൻ ഇസ് ഓൺ ദിയർ ഓൺ ആർ നോട്ട് ഫോഴ്സ്ഡ്. നമ്മുടെ ട്രേഡ് യൂണിയൻസ് എന്താണ്? ട്രേഡ് യൂണിയനുകളിലെ ജീവനക്കാരുടെ സംഘടന അതിലെ അംഗങ്ങളാകുന്നത് അവർ സ്വന്തം ഇഷ്ടത്താലാണ് അല്ലെ. നമ്മുടെ എംപ്ലോയീസിന്റെ സ്വന്തം ഇഷ്ടത്തിലല്ലേ അവർ അംഗങ്ങളാകുന്നത്. അവരുടെ ബെനിഫിറ്റ്സുകളും അവരുടെ ഇൻട്രസ്റ്റുകളും അവരുടെ ഗോൾസുകളും അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടി അവർ സ്വന്തം ഇഷ്ടപ്രകാരം ചേരുന്നതല്ലേ. നിർബന്ധിതമാണോ അത്? നിർബന്ധിതാണോ? ആരെങ്കിലും ഫോഴ്സ് ചെയ്തിട്ടാണോ അതിൽ അംഗങ്ങളാക്കുന്നത്? അല്ല അല്ലെ. അപ്പൊ എന്താണ്? അസോസിയേഷൻ ഓഫ് എംപ്ലോയീസ് ഇൻ ട്രേഡ് യൂണിയൻ ഈസ് ഓൺ ദെയർ ഓൺ അല്ലെ. സ്വന്തം ഇഷ്ടപ്രകാരമാണ് അവർ ആ ട്രേഡ് യൂണിയൻസിൽ അംഗങ്ങളാകുന്നത്. അത് ആരും ഫോഴ്സ് ചെയ്തിട്ടല്ല അല്ലെ, നിർബന്ധിതമല്ല. ഓൾ ദ വോളണ്ടിയർ എംപ്ലോയീസ് ജോയിൻ ദ യൂണിയൻ ടു വർക്ക് ടുഗദർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് അച്ചീവിംഗ് ദെയർ കോമൺ ഒബ്ജക്റ്റീവ്സ് അല്ലെ. എന്താണ്? അവരുടെ നമ്മുടെ എംപ്ലോയീസിന്റെ പൊതു ലക്ഷ്യങ്ങള് നേടിയെടുക്കുന്നതിനായി അവര് എന്താണ് ഒരുമിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് അവര് ട്രേഡ് യൂണിയൻസിൽ ചേരുന്നു അല്ലെ. നമ്മുടെ എംപ്ലോയീസിന്റെ പൊതു താല്പര്യങ്ങള് അല്ലെ, സിമിലർ ആയിട്ടുള്ള ഗോൾസുകള്, കോമൺ ഒബ്ജക്റ്റീവ്സുകള് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അവരെന്തിൽ ജോയിൻ ചെയ്യുന്നു? ട്രേഡ് യൂണിയൻസിൽ അവർ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. ഓക്കെ ആണോ? Such association have numerous workers from different occupations. Like നമ്മുടെ എന്താണ് പലതരത്തിലുള്ള ട്രേഡ് യൂണിയൻസ് ഉണ്ട് കേട്ടോ, അത് നിങ്ങൾക്ക് പഠിക്കുന്നുണ്ട്. പക്ഷെ ഇതിൽ പറയുന്നത് എന്താണ്? ചില ട്രേഡ് യൂണിയൻസിൽ ഒരു ഒക്യുപ്പേഷനിൽ ജോലി ചെയ്യുന്ന ആളുകൾ മാത്രം ചേർന്നിട്ടുള്ള ട്രേഡ് യൂണിയൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇതിൽ ജസ്റ്റ് പറയുന്നത് എന്താണ്? നമ്മുടെ സച്ച് അസോസിയേഷൻ ട്രേഡ് യൂണിയൻസിൽ എന്താണ് ഡിഫറെന്റ് ഓക്യുപ്പേഷൻസിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് വർക്കേഴ്സ് ഉണ്ട് അല്ലെ, നിരവധി തൊഴിലാളികളുണ്ട്. ഓക്കെ ആണോ?
എന്താണ് സന്നദ്ധ സംഘടനയാണ് ട്രേഡ് യൂണിയൻസ് എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ ട്രേഡ് യൂണിയൻസിൽ ജോയിൻ ചെയ്യുന്നത് എന്താണ് സ്വന്തം ഇഷ്ടപ്രകാരമാണ് അല്ലെ. അവരംഗങ്ങളാകുന്നത് നിർബന്ധിതമായിട്ടല്ല. കൂടാതെ എന്താണ് അവരുടെ കോമൺ ഒബ്ജക്റ്റീവ്സ്, നമ്മുടെ വർക്കേഴ്സിന്റെ പൊതുവായിട്ടുള്ള ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ് അവർ ട്രേഡ് യൂണിയൻസിൽ ജോയിൻ ചെയ്തിട്ട് അവർ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. ഇങ്ങനെയുള്ള അസോസിയേഷൻ, ഇങ്ങനെയുള്ള കൂട്ടായ്മയില്, ഇങ്ങനെയുള്ള സംഘടനയില് എന്താണ് ഡിഫറെന്റ് ഓക്യുപ്പേഷനില് പല ജോലിയിൽ വർക്ക് ചെയ്യുന്ന നിരവധി തൊഴിലാളികൾ ഉണ്ട്. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് കോമൺ ഇൻട്രസ്റ്റ് അല്ലെ, പൊതു താല്പര്യം. അപ്പൊ നോക്കിയേ, കോമൺ പ്രോബ്ലംസ് ആൻഡ് ഇൻട്രസ്റ്റ് ഓഫ് ദി വർക്കേഴ്സ് is the primary motivational factors and also the reason behind their unity. അല്ലെ, എന്താണ് ഇങ്ങനെ ഒരു അവരതില് ജോയിൻ ചെയ്യുക, അതിലൊരുമിച്ച് പ്രവർത്തിക്കുന്നത് എന്തിന്റെ ബേസിസിലാണ്? കോമൺ പ്രോബ്ലംസ് അല്ലെ, അവരില് നമ്മുടെ തൊഴിലാളികൾക്കിടയിലുള്ള പൊതുവായിട്ടുള്ള പ്രശ്നങ്ങള്, അവരുടെ ഇൻട്രസ്റ്റുകളൊക്കെ സംരക്ഷിക്കപ്പെടാനാണോ? അല്ലെ, നമ്മുടെ ട്രേഡ് യൂണിയൻസ് ഫോം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ തൊഴിലാളികളുടെ അല്ലെ, നമ്മുടെ വർക്കേഴ്സിന്റെ എന്താണ് പൊതുവായിട്ടുള്ള പ്രശ്നങ്ങള്, അവരുടെ താല്പര്യങ്ങള് അല്ലെ, അതൊക്കെയാണ് നമ്മുടെ ട്രേഡ് യൂണിയൻസ് വരാനുള്ള അല്ലെങ്കിൽ ട്രേഡ് യൂണിയൻസിൽ ജോയിൻ ചെയ്യാനുള്ള പ്രധാന പ്രചോദനമായിട്ടുള്ള പ്രൊട്ടക്ട് ദെയർ ഇൻട്രസ്റ്റുകൾ അല്ലെ, എന്താണ് പ്രധാന ഘടകം എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ദ റീസൺ ബിഹൈൻഡ് ദെയർ യൂണിറ്റി അല്ലെ, അവരെ ഐക്യത്തിന് പിന്നിൽ ആ ഒരു ട്രേഡ് യൂണിയൻസിൽ പല എംപ്ലോയീസ് ഉണ്ട് അല്ലെ, അപ്പൊ അവര് ആ ഒരു യൂണിറ്റിയുടെ ഐക്യത്തിന്റെ പിന്നിലുള്ള കാരണം എന്താണ്? ഇത്തരം പൊതുവായിട്ടുള്ള പ്രശ്നങ്ങളും അവരുടെ താല്പര്യങ്ങളുമാണോ? അല്ലേ അല്ലേ? അപ്പൊ ഒന്നുകൂടി മിസ് പറയാം, എന്താണ് നമ്മൾ ട്രേഡ് യൂണിയൻസ് വരാനും അതില് നമ്മുടെ തൊഴിലാളികളെ ജോയിൻ ചെയ്യാനുള്ള പ്രധാന ഘടകം എന്ന് പറയുന്നത്, മെയിൻ ഫാക്ടർ അല്ലെങ്കിൽ പ്രൈമറി മോട്ടിവേഷണൽ ഫാക്ടർ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ തൊഴിലാളികൾക്കിടയിലുള്ള കോമൺ പ്രോബ്ലംസും അവരുടെ താല്പര്യങ്ങളുമാണോ? അപ്പൊ അവരിടയിലുള്ള ആ ഒരു യൂണിറ്റി, ആ ഒരു ട്രേഡ് യൂണിയൻസിൽ പല അംഗങ്ങളുണ്ട് അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് ഡിഫറെന്റ് ഓക്യുപ്പേഷനിൽ വർക്ക് ചെയ്യുന്ന നിരവധി തൊഴിലാളികൾ ഉണ്ടെന്ന്. അപ്പൊ എന്താണ് പലർക്കും പല രീതിയിലുള്ള അഭിപ്രായങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ആയിരിക്കും അല്ലേ? ആണോ? പറയേ. ആണ്. അങ്ങനെ വരുമ്പോ എന്താണ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞ പ്രശ്നങ്ങൾ വരുന്നു അല്ലെ. പക്ഷെ ഇവർക്കിടയിൽ പ്രശ്നങ്ങളില്ല, അവർക്കിടയിൽ ഐക്യമാണ് അല്ലെ. ട്രേഡ് യൂണിയൻസിന്റെ ഇടയിൽ ഒരു യൂണിറ്റി ഉണ്ട്. അതിനുള്ള കാരണം എന്താണ്? നമ്മുടെ തൊഴിൽ മേഖലയിലെ തൊഴിലാളികളിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളും അവരുടെ താല്പര്യങ്ങളുമാണ്. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത്, and through their trade unions they try to maintain sound relation with the management of the company. എന്താണ്? കൂടാതെ നമ്മുടെ ട്രേഡ് യൂണിയനുകൾ എന്താണ് കമ്പനിയുടെ മാനേജ്മെന്റുമായിട്ട് നല്ല ഒരു ബന്ധം നിലനിർത്താനും സാധിക്കുന്നു. നമ്മുടെ കമ്പനിയില് നമ്മുടെ എംപ്ലോയീസിന്റെ താല്പര്യങ്ങളും അവരുടെ പ്രശ്നങ്ങളും ആരാണ് ചർച്ച ചെയ്യുന്നത്? കളക്റ്റീവ് ബാർഗൈനിങ് നടക്കുന്നത് ട്രേഡ് യൂണിയൻസ് ആയിരിക്കും അല്ലേ? ട്രേഡ് യൂണിയൻസ് ഉണ്ടെങ്കിൽ ട്രേഡ് യൂണിയൻസ് അല്ലേ അവരുമായി ചർച്ചകൾ നടത്തുന്നത്. അപ്പൊ എന്താണ്? അപ്പൊ ട്രേഡ് യൂണിയൻസ് നമ്മുടെ കമ്പനി മാനേജ്മെന്റുമായിട്ട് ഒരു നല്ല റിലേഷൻ നിലനിർത്താൻ അവര് ശ്രമിക്കുന്നു. ഓക്കെയാണോ? നമ്മൾ നേരത്തെ പറഞ്ഞു ഹാർമോണിയസ് റിലേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് അല്ലെ സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷം വേണമെന്ന് അല്ലെ. അപ്പൊ ട്രേഡ് യൂണിയൻസും നമ്മുടെ മാനേജ്മെന്റും തമ്മിൽ ഒരു നല്ല റിലേഷൻ കൊണ്ടുവരാനായിട്ട് നമ്മുടെ ട്രേഡ് യൂണിയൻസ് ശ്രമിക്കുന്നു. ഓക്കെയാണോ? ഇന്നെടുത്ത ഭാഗം ഓക്കെയാണോ എല്ലാവർക്കും? മിസ് കുറച്ചെടുത്തിട്ടുള്ളൂ. ഓക്കെയാണോ? അപ്പൊ ഇന്നത്തെ ക്ലാസ് മിസ് വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ.